ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. 7th ഇംഗ്ലീഷിലെ രണ്ടാമത്തെ യൂണിറ്റ്, ഇമാജിനേഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ, ഫോറിൻ ലാൻഡ്സ് എന്നുള്ള ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഡോൾസ് ജേർണി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫോറിൻ ലാൻഡ്സിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ അതിൻ്റെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫോറിൻ ലാൻഡ്സ് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസന്റെ ഒരു പോയട്രി ആണ്. പോയട്രി നിങ്ങൾ വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമേ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമുക്കിതിൽ 8 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ലുക്ക്ഡ് എബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ്? ആൻസർ, here the poet describes the unfamiliar and exciting views the child sees from the cherry tree, which are new and different from her usual surroundings. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് പോയിറ്റ് ഇവിടെ അർത്ഥമാക്കുന്നത്? ലുക്ക്ഡ് എബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ് എന്നുള്ള ആ ഒരു സെൻറ്റൻസിൽ എന്താണ്, ആ ഒരു വരികളിൽ എന്താണ് മീനിങ് എന്നാണ് ചോദ്യം. ഇവിടെ പോയിറ്റ് എന്തിനാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ആ കുട്ടി ആ ചെറി ട്രീയുടെ മരത്തിൽ ചെറി ട്രീയിൽ കയറിയിട്ട് അവിടെ നിന്ന് കാണുന്ന അൺഫെമിലിയർ ആൻഡ് എക്സൈറ്റിംഗ് വ്യൂസ്, ഇതുവരെ കണ്ടിട്ടില്ലാത്ത, അതുപോലെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വ്യൂസ്, പുതിയതായിട്ടുള്ള വ്യൂസ്, എന്നും കാണുന്ന പരിസരങ്ങളിൽ നിന്നുള്ള മാറിയിട്ടുള്ള കാഴ്ചകളാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ വാസ് ദ ചൈൽഡ് ഏബിൾ ടു സീ പ്ലേസസ് നെവർ സീൻ ബിഫോർ? And answer, the child was able to see places never seen before by climbing the cherry tree, which allowed them to look over their home and see the world outside. Next question, what did the child see from the tree? മരത്തിൽ നിന്ന് കുട്ടി എന്താണ് കാണുന്നതെന്നാണ്. ആൻസർ, the child saw the next door garden adorned with flowers, pleasant places they had not seen before, the river passing by, and the dusty roads with people tramping into town. കുട്ടി കാണുന്നത് അടുത്ത വീട്ടിലുള്ള ഗാർഡൻ കാണുന്നുണ്ട്, നെക്സ്റ്റ് ഡോർ ഗാർഡൻ, അടുത്ത വീട്ടിലെ ഗാർഡൻ, ഫ്ലവേഴ്സ് കാണുന്നുണ്ട്, പ്ലസന്റ് പ്ലേസസ് കാണുന്നുണ്ട്, മുമ്പ് കണ്ടിട്ടില്ലാത്ത പ്ലേസസ്, പിന്നെ ഒരു നദി ഒഴുകുന്നുണ്ട്, ഡസ്റ്റി റോഡ്സ്, അത്രയൊക്കെയാണ് കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ പോയറ്റ് സേ ദാറ്റ് ദ റിവർ ഈസ് ദ സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ്? എന്തുകൊണ്ടാണ് റിവർ ഈസ് ദ സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ് എന്ന് പറയുന്നത് എന്നാണ്. ബിക്കോസ് വെൻ ദ റിവർ ഈസ് സ്റ്റിൽ ആൻഡ് ക്ലിയർ ഇറ്റ് റിഫ്ലക്ട്സ് ദ ബ്ലൂ കളർ ഓഫ് ദ സ്കൈ മിററിംഗ് ഇറ്റ്സ് അപ്പിയറൻസ്. അതായത് റിവർ സ്റ്റിൽ ആൻഡ് ക്ലിയർ ആണ്, റിവർ നിശ്ചലമാണ്, ഒഴുകല്ല, അതായത് വളരെ ക്ലിയർ ആയിട്ട് സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ്. അപ്പം നമുക്ക് അതിൽ എന്തിൻ്റെ റിഫ്ലക്ഷൻ കാണുന്നുണ്ട്? സ്കൈ മിററിംഗ് ഇറ്റ്സ് അപ്പിയറൻസ്, ആകാശത്തിൻ്റെ നീലനിറത്തിൻ്റെ റിഫ്ലക്ഷൻ കാണുന്നു എന്നാണ് പറയുന്നത്. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ഗ്രോൺ അപ്പ് റിവർ? ആൻസർ, ഇറ്റ് മീൻസ് ദാറ്റ് ദ റിവർ ബിക്കംസ് ലാർജർ ആസ് ഇറ്റ് ഫ്ലോസ് ഫർദർ away from the child's surroundings by joining with other streams to become larger body of water. grown up river എന്ന് പറയുന്നത് റിവർ എന്ത് ചെയ്യുന്നുണ്ട്? വേറെ ചെറിയ ചെറിയ സ്ട്രീംസ്, അരുവികളൊക്കെ ആയിട്ട് കൂടിച്ചേർന്ന് വളരെ ലാർജർ ബോഡി ഓഫ് വാട്ടർ ആയിട്ട് മാറി എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ വുഡ് ദ ചൈൽഡ് ബി ഏബിൾ ടു സീ the sea and ships? Answer, the child climbed a higher tree that allowed them to see even farther than their current viewpoint. കുട്ടി എങ്ങനെയാണ് സീ ആൻഡ് ഷിപ്സ് ഒക്കെ കാണാൻ പറ്റിയത് കുട്ടിക്ക് എന്ന് ചോദിച്ചാൽ, കുട്ടി എന്ത് ചെയ്തു? ഈ ചൈൽഡ് ഒരു വലിയ ഉയരമുള്ളൊരു മരത്തിൽ കയറി, ആ മരത്തിൽ കയറിയപ്പോൾ എപ്പോഴുമുള്ള വ്യൂ പോയിന്റിൽ നിന്ന് മാറി കുറച്ച് അകലെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു. What does the child expect to find in fairyland? ഫെയറിലാൻഡിൽ ചൈൽഡ് എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? The child expects to find a magical place in fairyland where all the children dine at 5 and all the playthings come alive, indicating a place of enchantment and imagination. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ഡു പ്ലേ തിങ്സ് കം അലൈവ്? എപ്പോഴാണ് ഈ കളിക്കുന്ന പ്ലേ തിങ്സ് എല്ലാം ജീവനോടെ വരിക? കം അലൈവ് എന്ന് ചോദിക്കുന്നുണ്ട്. ദ പ്ലേ തിങ്സ് കം അലൈവ് ഇൻ ദ ചൈൽഡ്സ് ഇമാജിനേഷൻ ഇൻ ഫെയറിലാൻഡ്. കുട്ടിയുടെ ആ ഒരു ഇമാജിനേഷൻ, ഫെയറിലാൻഡ് എന്നുള്ള ഇമാജിനേഷനിലാണ് കളിക്കുന്ന വസ്തുക്കൾ, പ്ലേ തിങ്സ് ഒക്കെ ജീവനുള്ളതായി വരുന്നത് കേട്ടോ. എ പ്ലേസ് വെർ ദ ഓർഡിനറി ബിക്കംസ് എക്സ്ട്രാ ഓർഡിനറി ആൻഡ് ടോയ് സീംസ് ടു ഹാവ് എ ലൈഫ് ഓഫ് ദെയർ ഓൺ.
ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 8 ക്വസ്റ്റ്യൻസ്. നമുക്ക് ഇനിയുള്ളത് ഇതിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. അത് നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ നമ്മളെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.